നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇതൊക്കെ എന്ത് എന്ന ഭാവമാണ് മലയാള സിനിമാ ലോകത്തിന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായി ഏകദേശം 400 പേജുകൾ. അതിൽ പ്രധാനപ്പെട്ടവ 296. എന്നാൽ 296-ൽ 233 പേജുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിനിമാ കഥകളെ വെല്ലുന്ന ക്ലൈമാക്സ് സീനുകൾക്ക് തുല്യമാണ് ഇനിയുള്ള ഭാഗങ്ങളെന്ന് മൊഴി നൽകിയവരും സിനിമാ ലോകത്തുള്ളവരും വിശദീകരിക്കുന്നു. ഇപ്പോൾ സിനിമാ ലോകത്ത് ചേരിതിരിഞ്ഞ് പോർവിളികളാണ് മുഴങ്ങുന്നത്. സ്ത്രീകളെ ലൈംഗികാവശ്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും ക്ഷണിക്കുന്നതുമായ ഉന്നതരുടെ ഉൾപ്പെടെ വാട്സാപ്പ് ചാറ്റുകളുടെ വിവരണങ്ങൾ കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇത്തരം സ്ക്രീൻഷോട്ടുകളുടെ പകർപ്പ്, ശബ്ദ രേഖകൾ എന്നിവയൊക്കെ റിപ്പോർട്ടിൻ്റെ അനുബന്ധമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചില സ്ത്രീകൾ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന പെൻ ഡ്രൈവുകളും കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. നടന്മാരുടെയും സംവിധായകരുടെയും ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പേരുകൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഇനി സ്ത്രീകൾക്കെതിരെ പുരുഷന്മാരായ ചലച്ചിത്ര പ്രവർത്തകർ ചില പരാമർശങ്ങളും മൊഴികളുമൊക്കെ നൽകിയിട്ടുണ്ട്. അതും അനുബന്ധത്തിൽ ചേർത്തിട്ടുണ്ട്. സിനിമയിലേക്ക് പുതുമുഖ നടികളെ എത്തിക്കുന്നതിൽ ചില പഴയകാല നടികൾക്ക് പ്രത്യേക വൈഭവമുണ്ട്. പ്രധാന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് 296 പേജുകൾ. ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്നു എന്ന പേരിൽ 48, 49 എന്നീ ഖണ്ഡികകളും 165 മുതൽ 169 വരെയുള്ള ഖണ്ഡികകളും ഒഴിവാക്കി അതിനു പുറമെ 61 പേജുകളിൽ പല ഭാഗങ്ങളിലായി സാംസ്കാരിക വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശവും നൽകി. സാംസ്കാരിക വകുപ്പ് ഈ ഫയൽ പരിശോധിച്ചുവെങ്കിൽ മന്ത്രി സജി ചെറിയാൻ എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി തനിക്ക് അറിയില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്? സർക്കാർ ആരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ 4.5 വർഷമായി നടത്തിക്കൊണ്ടിരുന്നത്. ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ഒരു പ്രമുഖ നടനെ രക്ഷിച്ചെടുക്കുകയായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന വാർത്തകൾക്കാണ് ഇപ്പോൾ കൂടുതൽ ശക്തി. സെറ്റിൽ വെച്ച് തന്നെ ഉപദ്രവിച്ച നടനോടൊപ്പം ഒരു നടിക്ക് തൊട്ടടുത്ത ദിവസം ചേർത്ത് അഭിനയിക്കേണ്ടി വരുന്ന സാഹചര്യം. സംവിധായകൻ്റെ നിർബന്ധത്തെ തുടർന്ന് 17 ടേക്കുകളാണ് ഒരു ചുംബന രംഗത്തിനായി എടുത്തത്. ആ നടൻ ആരാണെന്ന് കൃത്യമായി മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പുറം ലോകം അറിയാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ പേരും സൂചന നൽകിയ ഭാഗങ്ങളുമൊക്കെ സർക്കാർ ഇടപെടൽ കൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന വാദം ഇപ്പോൾ ശക്തമാണ്. ഒരു നടിയെ സെറ്റിൽ വെച്ച് ഉപദ്രവിച്ച ആ പ്രമുഖ നടൻ ആരാണ് എന്ന് കേരളം ചോദിക്കുന്നു. ആ നടനെ രക്ഷിച്ചെടുക്കാൻ എന്തിനാണ് സാംസ്കാരിക വകുപ്പും സർക്കാരുമൊക്കെ ഇത്ര തിടുക്കം കാട്ടിയത്? സെറ്റിൽ എന്താണ് നടന്നത് എന്ന് മൊഴിയിൽ നടി കൃത്യമായി ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പറയുന്നു. തൊട്ടടുത്ത ദിവസം അതേ മനുഷ്യനൊപ്പം ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു. തനിക്ക് കെട്ടിപ്പിടിച്ചാണ് അഭിനയിച്ചത്. അതൊരു ഭീകരമായ അനുഭവമായിരുന്നു. എൻ്റെ മുഖത്ത് ആ നടനോടുള്ള വിദ്വേഷവും വെറുപ്പുമൊക്കെ പ്രതിഫലിച്ചു. അതുകൊണ്ട് തന്നെ ആ ഷോട്ട് 17 തവണയാണ് എടുക്കേണ്ടി വന്നത്. ചില പുരുഷ താരങ്ങൾ ലൈംഗികാവയവ ചിത്രങ്ങൾ നടിമാർക്ക് അയച്ചു നൽകുമെന്നും ചില സാക്ഷികൾ മൊഴി നൽകിയതായി റിപ്പോർട്ടുകളിലുണ്ട്. ഇത്തരം ചിത്രങ്ങൾ വരെ നടിമാർ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ കാണിച്ചു കൊടുത്തു. മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ആ 15 അംഗ പ്രമുഖരെക്കുറിച്ചുള്ള പരാമർശമാണ് ഏറ്റവും ഗൗരവതരം. വലിയ ആരാധകരുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നടനാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് കൂടുതൽ ഭീകരമായി നമുക്ക് അനുഭവപ്പെടുന്നതും. മുൻപ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്ക് പിന്തുണ നൽകിയതിൻ്റെ പേരിൽ മലയാള സിനിമയിലെ ചിലരെ ഒതുക്കൽ നടപടികൾക്ക് വിധേയമാക്കിയതിന് പിന്നിലും ഇതേ ലോബി തന്നെ പ്രവർത്തിച്ചു എന്ന വാസ്തവം നമ്മെ ഭയപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. ഒരു പ്രമുഖ സൂപ്പർ സ്റ്റാറിനെ ഒരു കൂട്ടർ ലക്ഷ്യമിടുമ്പോൾ മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ മറ്റേ സൂപ്പർ സ്റ്റാറിൻ്റെ ആരാധകർ വേട്ടയാടുന്നു. ആരോപിതരായവരുടെ പേര് വിവരങ്ങൾ വെട്ടിമാറ്റിയതാണ് നിരപരാധികൾ പോലും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കാനുള്ള കാരണം. നടികളുടെ മുറിയിൽ മുട്ടുന്ന നടന്മാരെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഈ റിപ്പോർട്ടിലുണ്ട്. അത്തരം നടന്മാരെ പുറം ലോകം അറിയുക തന്നെ ചെയ്യണം. കാരണം ഇനിയും പുതുമുഖ നടികളും സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ കടന്നു ചെല്ലേണ്ട മേഖലയാണ് മലയാള സിനിമാ ലോകം. സിനിമയിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ ശുചിമുറികളില്ലാതെ കഷ്ടപ്പെടുന്ന പ്രശ്നത്തിൽ ഒരു പ്രമുഖ നടന്റെ പിന്തിരിപ്പൻ നിലപാട് എടുത്തു പറഞ്ഞിരിക്കുന്നു ഹേമ കമ്മിറ്റി തങ്ങളുടെ റിപ്പോർട്ടിൽ. ആർത്തവകാലത്ത് പോലും ശുചിമുറി സൗകര്യമില്ലാതെ സ്ത്രീകൾ കഷ്ടപ്പെടുന്ന അവസ്ഥ. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്ത ഭൂരിപക്ഷം പുരുഷന്മാരും ഇത്തരം അവസ്ഥ മാറണം എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഒരു പ്രമുഖ നടനാവട്ടെ
മുൻപും സിനിമയിലെ സ്ത്രീകൾ ഇതൊക്കെ പരാതികളൊന്നുമില്ലാതെ സഹിച്ചാണ് ജീവിച്ചത് എന്ന വാദമാണ് ആ നടൻ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഉയർത്തിയത്. ഇതോടെ ഹേമ കമ്മിറ്റി തലയിൽ കൈവച്ചു. സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അക്കമിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. ശുചിമുറികളില്ല, വസ്ത്രം മാറാനുള്ള മുറികളില്ല, ലൊക്കേഷനുകളിൽ യാതൊരുവിധ സൗകര്യവും സ്ത്രീകൾക്കില്ല. വലിയ മരം കാട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ പിന്നിൽ പോയിരുന്ന് മൂത്രമൊഴിക്കാൻ പറയും. പ്രാഥമിക കൃത്യങ്ങൾക്ക് പലപ്പോഴും ഇത്തരം വലിയ മരങ്ങളുടെ പിന്നിൽ പോയിരിക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് നടികൾ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞത്. ഔട്ട്ഡോറിൽ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഇത്തരം ദുരനുഭവങ്ങളേറെ. ഔട്ട്ഡോറിൽ ഷൂട്ടുള്ള സമയത്ത് വലിയ മരത്തിൻ്റെ പുറകിലോ കുറ്റിക്കാടിൻ്റെ മറവിലോ പ്രാഥമിക കൃത്യത്തിനായി പോവേണ്ട അവസ്ഥ. ചില സമയങ്ങളിൽ തുണി ചുറ്റും മറച്ചു പിടിച്ച് വസ്ത്രം മാറിയ അനുഭവങ്ങളുമുണ്ട് എന്ന് നടികൾ പറയുന്നു. ആർത്തവകാലത്താണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ. വെള്ളമില്ലാത്ത അവസ്ഥ, സാനിറ്ററി പാഡുകൾ ഡിസ്പോസ് ചെയ്യാൻ യാതൊരുവിധ സൗകര്യവുമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ലൊക്കേഷനുകളിൽ വെള്ളം കുടിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുക എന്ന പോംവഴി മാത്രമേ ഇത്തരം നടികൾക്കും സ്ത്രീകൾക്കും മുന്നിലുള്ളൂ. മെച്ചപ്പെട്ട സൗകര്യമുള്ള ഒരു ശുചിമുറിയിലേക്ക് പോയി വരാൻ 10 മിനിറ്റ് വേണം എന്ന് പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റിനോട് തട്ടിക്കയറിയ സിനിമാ സംവിധായകൻ. അതുകൊണ്ട് തന്നെ മൂത്രമൊഴിക്കാതിരിക്കാൻ, വെള്ളം കുടിക്കാതിരിക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ് നടികൾക്കും സിനിമയിലെ വനിതാ പ്രവർത്തകർക്കുമൊക്കെ. പല സ്ത്രീകളും ഇത്തരം കാര്യങ്ങൾ തുറന്ന് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞു. സിനിമയിലെ സ്ത്രീകൾക്ക് മൂത്രനാളിയിലെ അണുബാധയും മറ്റാരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ സ്ഥിരമായി അനുഭവിക്കേണ്ടി വരുന്നു. നടിമാർക്ക് മാത്രമല്ല, ഹെയർ സ്റ്റൈലിസ്റ്റുകൾക്കും അസിസ്റ്റന്റുമാർക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുമൊക്കെ ഇത്തരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കാരവാനുകളിൽ ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കിട്ടണമെങ്കിൽ അതിന് ആ കാരവാൻ ഉപയോഗിക്കുന്ന നടൻ്റെ ഇംഗിതത്തിന് വഴങ്ങേണ്ടി വരും. വളരെ കാലമായി ഈ ടോയ്ലറ്റുകൾ ഒരുക്കണമെന്ന ആവശ്യം കമ്മീഷന് മുൻപാകെ ഈ നടികളും സ്ത്രീകളുമൊക്കെ വയ്ക്കുന്നു. ഒരിക്കലും ഒഴിവാക്കാനാവാത്ത സൗകര്യമായിരിക്കണം ഈ ടോയ്ലറ്റുകളെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നു. മൗലികാവകാശ നിഷേധം മാത്രമല്ല, ലൈംഗിക ചൂഷണവും പീഡനവും പോക്സോ കേസെടുക്കാനുള്ള സംഭവങ്ങളുമൊക്കെ നിരനിരയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഇനി പുറത്തു വരാനുള്ള പേജുകളും ഭാഗങ്ങളുമൊക്കെ അതിനേക്കാൾ ഭയാനകമാണ്. ചാൻസിന് പകരം സെക്സ്, പുറത്തു പറയാൻ നടികൾക്ക് ഭയം. വല്ലാത്ത അവസ്ഥ തന്നെയാണ് മലയാള സിനിമാ ലോകത്ത്. നടന്മാരുടെയും സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ഒക്കെ ഈ പച്ചയ്ക്കുള്ള ക്രൂരതയും മാഫിയാവൽക്കരണവും കൃത്യമായി മനസ്സിലാക്കിയ ഭരണകൂടം എന്തുകൊണ്ട് നിസ്സംഗത പാലിക്കുന്നു? ആരെ രക്ഷിക്കാനുള്ള മരണപ്പാച്ചിലാണ് നിങ്ങൾ നടത്തുന്നത്? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.